ഓം ശാന്തി. പലപ്പോഴും ഏതെങ്കിലുമൊക്കെ അഫർമേഷൻ പറയേണ്ട കാര്യം പറയുമ്പോൾ അതിൻ്റെ ഫീലിങ്ങോടുകൂടെ പറയൂ, അതിൻ്റെ ആ കാര്യത്തെ വിഷ്വൽ ചെയ്ത് പറയൂ, അതിൽ ജീവിക്കൂ എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ഈ കാര്യത്തെക്കുറിച്ച് ഒരുപാട് ഓർത്ത സമയത്ത് ഒരു കാര്യം സത്യമാണ്, നിങ്ങൾ ഫീലിങ്ങോടെ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു കാര്യത്തെ റെഗുലറായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ സത്യമാവും. ഞാൻ എൻ്റെ 1-2 അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കോഴിക്കോട് സെൻട്രലിൽ നിന്ന് കൊയിലാണ്ടിയിൽ പോയി ക്ലാസ് എടുത്ത് കോഴിക്കോട്ടേക്ക് തിരിച്ചു വരുന്നതായിട്ടൊരു സമയമുണ്ടായിരുന്നു. അന്ന് കോഴിക്കോട് ചുങ്കത്തെത്തുന്ന സമയത്ത് വഴി തിരിഞ്ഞ ചുങ്കം വഴിക്ക് എരഞ്ഞിപ്പാലം വഴിക്കാണ് നമ്മുടെ സെൻറ്ററിലേക്ക് ബസ്സുകൾ വരുന്നുണ്ടായിരുന്നത്, കണ്ണൂർ ബസ്സിൽ. മിക്കതും ഞാൻ കൊയിലാണ്ടിയിൽ നിന്ന് കണ്ണൂർ ബസ്സിലാണ് കയറുക. വളരെ പെട്ടെന്ന് തന്നെ കോഴിക്കോട് എത്തിച്ചേരുമായിരുന്നു. അപ്പോൾ എൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും ചുങ്കത്ത് വണ്ടി നിർത്തുന്ന സമയത്ത് ചുങ്കത്തൊരു വീടുണ്ടായിരുന്നു. ആ ബസ് സ്റ്റോപ്പിനോട് തൊട്ട്, ഇത് ബസ് സ്റ്റോപ്പാണെങ്കിൽ അത് ആ വീടിൻ്റെ മുന്നിലാണ് ബസ് സ്റ്റോപ്പ്, അങ്ങനെ വേണം പറയാൻ. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ചിരിയുടെ തമ്പുരാൻ. ഞാൻ ഇന്നും ഓർമ്മിക്കും ആ ബോർഡ്. ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നതായിരിക്കുന്ന, ഗ്രാമവാസിയായിരിക്കുന്ന, നിഷ്കളങ്കമായിരിക്കുന്ന ഒരു ചിരി, പല്ലൊക്കെ, ഒരു വയസ്സനായിട്ടുള്ള ഒരാളാണ്, പല്ലൊക്കെ ഇങ്ങനെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള, വിട്ട് ഗ്യാപ്പൊക്കെയുള്ള അങ്ങനത്തെ ഒരു നല്ല ബോർഡ് ഉണ്ടായിരുന്നു. എന്നും ബസ് നിർത്തുന്ന സമയത്ത് ഞാൻ ആ ബോർഡ് കാണും. അറിയാതെ ഞാൻ ഓർത്തു പോവും, ഓ ഇങ്ങനെ നമ്മുടെ സെൻറ്ററിൻ്റെ ബോർഡ് വെക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ നന്നായിരുന്നു. ഈ വീട് സെൻറ്ററായിരുന്നുവെങ്കിൽ ഇതുപോലെ ബോർഡ് വെക്കാം. വന്ന് ബസ് നിർത്തുമ്പോൾ ഞാൻ ഈ ചിരിയുടെ തമ്പുരാൻ വായിക്കുന്ന പോലെ എല്ലാവരും അത് വായിക്കും, ബ്രഹ്മകുമാരിസ് ബ്രഹ്മകുമാരിസ് എന്ന് വായിക്കും. അപ്പോൾ ബ്രഹ്മകുമാരിസ് ഉണ്ട് എന്നുള്ളതായിരിക്കും പബ്ലിസിറ്റി. ഇങ്ങനൊരു സെൻറ്റർ ഉണ്ട് എന്നുള്ളതായിട്ട് വളരെ വേഗം ആളുകൾ അറിയാൻ തുടങ്ങുമല്ലോ, ഇവിടെ സെൻറ്റർ ആയാൽ നന്നായിരുന്നു എന്ന്. എത്ര തവണ കണ്ടു, എത്ര ദിവസം കണ്ടു, അതൊന്നും ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ബസ്സിൽ വരും, അവിടെ വണ്ടി നിർത്തും, ഞാനിത് കാണും. അങ്ങനെ കുറച്ച് കാലം അങ്ങനെ കഴിഞ്ഞു പോയി. പക്ഷേ എന്തോ അറിയില്ല, എന്നും ഇത് ആ സ്ഥലത്ത് എത്തി ഇത് കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാനിത് ഓർക്കുമായിരുന്നു, ആ ഇത് നന്നായിരുന്നു, ഇത് നന്നായിരുന്നു. അങ്ങനെ വെസ്റ്റിയിൽ ബാരക്സിൻ്റെ അടുത്തായിരുന്നു സെൻറ്റർ ഉണ്ടായിരുന്നത്, ആ വഴി പോയിട്ട്. അപ്പോൾ ഒരു മഴ തുടങ്ങിയ സമയത്ത് ആ വീട്ടിൽ ചോർച്ച വന്നു, ടെറസിൽ നിന്ന് വെള്ളം ചോരുകയാണ്. അപ്പോൾ ക്ലാസ്സാൽ ബെഡൊക്കെ നനയും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്തായാലും ഈ ചോർച്ചയുള്ള വീട്ടിൽ നമുക്ക് താമസിക്കാൻ പറ്റില്ല, വീട് ഷിഫ്റ്റ് ആവണം. അവിടെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു ലിവിങ് ഒക്കെ. തൊട്ടടുത്തുള്ള ഒരു ക്ലാസ്സിന് വരുന്നുണ്ട്, ഒരു അമ്പലത്തിൻ്റെ മുന്നിൽ വരുന്ന വിളക്ക് കാണുന്ന രീതിയിൽ സ്ഥലമാണ്. എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ആ സ്ഥലം. നല്ല സൂര്യപ്രകാശമൊക്കെ നന്നായി വരുന്നൊരു വീടാണ്. പക്ഷേ ചോർച്ച വന്നതുകൊണ്ട് മാറിയേ പറ്റൂ. അപ്പം ഞാനിങ്ങനെ അവിടുത്തെ ഒരു ബ്രോക്കറെ വിളിച്ച് പറഞ്ഞു, നമുക്ക് ഇങ്ങനൊരു വീട് കണ്ടെത്തണം, നിങ്ങളൊന്ന് ഏതെങ്കിലും വീടുണ്ടെങ്കിൽ പറയണേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്റർ ചുങ്കത്തൊരു വീടുണ്ട്, സിസ്റ്റർ ഒന്ന് നോക്കുന്നോന്ന്. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ വണ്ടടിച്ചു പോയി. ഏത് വീടിലാണോ, ഏത് വീടിനെയാണോ ഞാൻ എന്നും കണ്ടിട്ട് ഇത് നമ്മുടെ സെൻറ്ററായെങ്കിൽ നന്നായിരുന്നു, ഇത് നമ്മുടെ സെൻറ്ററായി നന്നായിരുന്നു വിചാരിച്ചത്, അതേ വീടാണ് അവർ കാണിച്ചിരുന്നത്. ഇങ്ങനെ സ്ലൈഡിങ് ആയിട്ടുള്ള ഗേറ്റൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോൾ, ഓഹോ ഇത്ര ദിവസം ഞാൻ ഇഷ്ടപ്പെട്ട ഈ ഒരു കാര്യം കിട്ടിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ നമ്മുടെ സെൻറ്ററിൻ്റെ ബോർഡ് വെച്ചു. അത് വെച്ചിരുന്ന അതേപോലെ തന്നെ നമ്മുടെ സെൻറ്ററിൻ്റെ ബോർഡ് വെച്ചു. നല്ല ഭംഗിയുള്ളതായിരിക്കുന്ന ഒരു യോഗിയുടെ ചിത്രമൊക്കെ വെച്ചു. ഈസിലി പബ്ലിസിറ്റിയായി. താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ഈ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് മുന്നേ സെൻറ്റർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് എല്ലാ ബസ്സും അവിടെ വന്ന് നിൽക്കുമ്പോൾ ഓണടിക്കും, എടുക്കുമ്പോൾ ഓണടിക്കും, അതിൽ പോകുന്ന ബസ് ഓണടിക്കും. 24 hours അവിടെ ബസ്സുകളുടെ, വണ്ടികളുടെ ഹോണിൻ്റെ ശബ്ദം കൊണ്ട്. ഒരു ടേണിംഗ് ആണ്, പറയേ വേണ്ടല്ലോ. എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാനിരിക്കാനോ സ്വസ്ഥമായിട്ട് ക്ലാസ് എടുക്കാനോ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചത് സങ്കല്പിച്ച് കുടുങ്ങിപ്പോയല്ലോ. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും, ഈ സ്ഥലം നല്ല സ്ഥലമാണ്, അപ്പോൾ ഇതിന് 2 വീട് അപ്പുറത്തായിട്ടൊരു വീട് കിട്ടുകയാണെങ്കിൽ അവിടേക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്താൽ മതി. ഈ പോയിൻ്റ് എന്തായാലും ബസ് ഇറങ്ങാൻ പറ്റുന്ന പോയിൻ്റാണ്, ആളുകൾ ക്ലാസ്സിൽ വരാൻ എളുപ്പമാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. ആ ഒരു 11 മാസ കാലഘട്ടം ആ വീട്ടിൽ കഴിച്ചു കൂട്ടുമ്പോഴൊക്കെ ഈ സൗണ്ട് കേൾക്കുമ്പോഴും പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ ഓട്ടോമാറ്റിക് മനസ്സിൽ ചിന്ത വരുമായിരുന്നു, 2 വീട് അപ്പുറത്താണെങ്കിൽ സ്ഥലവും നന്നാവുമായിരുന്നു, പക്ഷേ സൗണ്ടും ഉണ്ടാവില്ല, രക്ഷപ്പെട്ടേനെയാണ്. ഈ 11 മാസം അവസാനിക്കാനായപ്പോൾ ഈ വന്ന് കുടുങ്ങിപ്പോയി. ഇനിയിപ്പോൾ പെട്ടെന്ന് ഒഴിയാൻ പറ്റില്ല, വേറെ വീടും കിട്ടണ്ടേ. അങ്ങനെ ഞാൻ വീണ്ടും ഈ ബ്രോക്കറെ വിളിച്ച് പറഞ്ഞു, ബൈ നമുക്ക് ഇവിടുന്ന് മാറണം, ഇവിടെ ഭയങ്കര സൗണ്ടാണ്, സാധിക്കുന്നില്ല. ഇതിന് 2 വീട് അപ്പുറത്തായിട്ട് ഞാൻ 2-3 വീട് അപ്പുറത്തൊരു വീടുണ്ടെങ്കിൽ ഞാൻ എടുക്കാം, ഒന്ന് ഇവിടെ വല്ല വീടുണ്ടോ എന്ന്. ആ സിസ്റ്റർ 2 വീട് അപ്പുറത്തൊരു വീടുണ്ട്, അപ്സ്റ്റേഴ്സാണ് എടുക്കുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓ എടുക്കാമല്ലോ എന്ന്. എങ്ങനെ ആഗ്രഹിച്ചോ 2 വീട് കഴിഞ്ഞ് 3ാമത്തെ വീട് അപ്സ്റ്റേഴ്സിൽ നമുക്ക് സെൻറ്റർ. അവിടെയും നമ്മൾ ഒരു വർഷം, വലിയ കുഴപ്പമൊന്നുമില്ല, അത് 1.5 വർഷം അവിടെ കഴിഞ്ഞു.
അത് കഴിഞ്ഞ സമയത്ത് താഴെ വേറെ ആൾക്കാർ താമസിക്കാൻ വന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ ഈ മത്സ്യം പൊരിക്കുന്ന സമയത്ത് മത്സ്യമാംസാദി ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നേരെ വീടിൻ്റെ അപ്സ്റ്റേഴ്സിലേക്ക് മേലെ വരുമല്ലോ. അപ്പം ഞാൻ നന്നായിട്ട് ചന്ദനത്തിരിയൊക്കെ കൊളുത്തി വെച്ച് റിലാക്സ്ഡായി മെഡിറ്റേഷൻ ചെയ്യാനിരിക്കും. സന്ധ്യാസമയത്ത് താഴെ നിന്ന് പൊരിക്കുന്ന മണം ഇങ്ങോട്ട് വരും, തീരെ സഹിക്കുന്നില്ല. അപ്പം ഞാൻ വീണ്ടും ആഗ്രഹിച്ചു, ഇത് ശരിയാവില്ല, സെൻറ്റർ കിട്ടുകയാണെങ്കിൽ ഒറ്റയ്ക്കൊരു വീട് വേണം, അതും വലിയ കുഴപ്പമില്ല, അതിവിടെ വേണ്ട, നേരെ ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് തന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തിരയാൻ തുടങ്ങി. എങ്ങനെ വിചാരിച്ചു ഒറ്റ വീട് വേണം, 4 ഭാഗത്തും മതിലുള്ള വീടായിരിക്കണം, സേഫ്റ്റി ആയിരിക്കണം, 2 നിലയായാലും കുഴപ്പമില്ല, നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാമായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. സെയിം അതേപോലെ നേരത്തെ സെൻറ്റർ ഉണ്ടായിരുന്ന വഴിയിൽ തന്നെ എത്രയേക്കാൾ തൊട്ടടുത്തായിട്ട് ഒരു സെൻറ്റർ കിട്ടി. 10-14 വർഷം കഴിഞ്ഞു കംഫർട്ടബിളായിട്ട് അവിടെ സെൻറ്റർ നമ്മൾ റൺ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് എന്തുകൊണ്ടത് ഷെയർ ചെയ്തതെന്ന് അറിയോ? ഞാൻ അവിടെ അന്ന് ഫീലിങ്ങോട് കൂടിയിട്ട് അയ്യോ ഈ സെൻറ്റർ തന്നെയാവണം ഇതൊന്നും വിചാരിച്ചില്ല. ഓട്ടോമാറ്റിക്കലി ആ ഒരു തോട്ടം മനസ്സിൽ വരുന്നു, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷെ എന്നൊക്കെ ഞാൻ കൊയ്യാണ്ടി പോയിട്ടുണ്ടോ, എന്നൊക്കെ ബസ് അവിടെ നിർത്തിയിട്ടുണ്ടോ, അറിയാതെ ഈ തോട്ടം എൻ്റെ ഉള്ളിലേക്ക് വരുമായിരുന്നു. അതൊരു സത്യമാണ്. എന്നുവെച്ചാൽ അർത്ഥം ഏത് കാര്യം അറിഞ്ഞോ അറിയാതെയോ റെഗുലറായിട്ടൊരു തോട്ട് വരാമെങ്കിൽ തീർച്ചയായിട്ടും അത് ലൈഫിൽ സംഭവിക്കും എന്ന് എൻ്റെ അനുഭവം. ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുണ്ട്, എന്നാലും വീഡിയോ ഒരുപാട് ലെങ്ത് ആവരുത്. കുറച്ച് എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എന്തിനാ അത് പങ്കുവെച്ചതെന്നറിയോ? പലർക്കും സങ്കടമുണ്ട്. എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും അല്ലെങ്കിൽ കടത്തിൻ്റെ പ്രയാസങ്ങൾ, ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ, അതൊക്കെ എന്നെ വല്ലാതെ അലട്ടുന്നത് കൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സിസ്റ്റർ പറയുന്ന ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അവർക്ക് വേണ്ടിക്കൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഫീല് ക്രിയേറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും റെഗുലറായ ഒരു കാര്യം പറഞ്ഞു കൊണ്ടേയിരിക്കുമ്പോൾ അത് തന്നെത്താൻ നമ്മുടെ മനസ്സ് ആ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് റിയാലിറ്റിയിലേക്ക് പതിയെ പതിയെ കൊണ്ടുവരാനും തുടങ്ങും. ഇതിന് നമ്മൾ പറയുന്ന പേര് റോബോട്ടിക് അഫർമേഷൻ എന്നാണ്. അതായത് എനിക്ക് ഇപ്പോൾ കുറച്ച് പൈസ അത്യാവശ്യമുണ്ട്, ഞാൻ ആ പൈസയ്ക്ക് വേണ്ടി മണി ഈസ് കമ്മിങ് ടു മീ ഈസിലി ആൻഡ് എഫർട്ട്ലെസ്ലി. ധനം വളരെ സഹജമായി എളുപ്പമായി എന്നിലേക്ക് ഒഴുകിയെത്തുന്നു, പണം എന്നിലേക്ക് സഹജമായി എളുപ്പമായി ഒഴുകിയെത്തുന്നു. ഞാനിത് പറയുമ്പോൾ വിഷ്വൽ ചെയ്തില്ലെങ്കിലും, ഞാനിത് പറയുമ്പോൾ ഒന്നും വിചാരിച്ചില്ലെങ്കിലും ഇതൊരു പാട്ടുപോലെ, ഒരു പാട്ടുണ്ടാക്കിയിട്ടോ ഒരു മൂളിപ്പാട്ട് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ 2 വരി ഒരു മന്ത്രം പോലെ പറഞ്ഞിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിധത്തിൽ നിങ്ങൾക്ക് വേണ്ടി സ്വയം നിങ്ങൾ തന്നെ അതിനെ ഡിസൈൻ ചെയ്യാം. എന്നിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എത്ര കൂടുതൽ തവണ നിങ്ങൾ പറയുന്നുണ്ടോ അത്രയും വേഗത്തിൽ അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പതിയെ പതിയെ അതിന് വിഷ്വൽ ചെയ്യാൻ തുടങ്ങും, എനർജി കൊടുക്കാൻ തുടങ്ങും. വളരെ വേഗത്തിൽ ആ കാര്യം നിങ്ങളുടെ അടുത്തേക്ക് നടക്കും. എത്ര തവണ കൂടുതൽ നിങ്ങൾ പറയുന്നുണ്ടോ അത്ര തവണ വേഗം നമ്മളിലേക്ക് നടക്കും. കാരണം ഒരു കാര്യം പിന്നെയും പറയുമ്പോൾ ഒരു ചൊല്ല് പറയുമല്ലോ, 100 തവണ ആവർത്തിച്ച് പറഞ്ഞ അസത്യം പോലും സത്യമാകും എന്നൊരു ചൊല്ല് പറയും. 100 തവണ ഞാൻ സമ്പന്നയാണ്, ഇഷ്ടം പോലെ പൈസ എനിക്കുണ്ട്, എല്ലാ കാര്യത്തിനും എനിക്ക് പൈസയുണ്ട്, ഇത് തന്നെ നിങ്ങൾ പറയാമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് കൂട്ടിച്ചേർക്കരുത്. സം ബ്ലോക്സ് ഉണ്ട്. എന്താ അറിയോ? എന്തെങ്കിലും ഒരു സാധനം വാങ്ങേണ്ട കാര്യം പറയുമ്പോൾ അയ്യോ അതിനുള്ള പൈസ ഒന്നും എൻ്റെ കയ്യിലില്ലേ, അപ്പോൾ ഉടനെ ബ്ലോക്കായി കേട്ടോ. അത് മാത്രം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു കാര്യം, ഒരു സാമ്പത്തികമായിട്ടുള്ള സാധനം വാങ്ങേണ്ടതോ അല്ലെങ്കിൽ ഒരു ലോൺ അടയ്ക്കേണ്ടതോ ഒരു EMIൻ്റെ ഡേറ്റ് ആകുമ്പോൾ എന്തെങ്കിലും അയ്യോ ഇതിനെക്കൊണ്ട് ഞാൻ തോറ്റു, ഈ രീതിയിൽ ഇമോഷണലി നെഗറ്റീവായിരിക്കുന്ന വാക്കുകളെ ഒഴിവാക്കി വെച്ചുകൊണ്ട് പർപ്പസ്ഫുള്ളി ഒഴിവാക്കുക. മനസ്സിലായല്ലോ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ദുഃഖേ തരുള്ളൂ, എന്നെ വീണ്ടും കുരുക്കുകയുള്ളൂ എന്ന് പിടികിട്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഈ കാര്യം വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരുന്നോളൂ. വളരെ വേഗം നിങ്ങൾക്കിതിനെ റോബോട്ടിക് അഫർമേഷൻ എന്ന് പറയും. ഒരു ഫീലിംഗ് ഇല്ലാതെ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ പോലും പതിയെ അത് ഫീലിംഗ് ആവാൻ തുടങ്ങും, അനുഭൂതിയിലേക്ക് വരാൻ തുടങ്ങും. ആ റിപ്പീറ്റേഷൻ ആയിരിക്കുന്ന വേർഡ്സ് നമ്മുടെ ശ്വാസഗതിയിലെ ലെഫ്റ്റോ റൈറ്റ് നോക്കാതെ നിങ്ങൾ പറയുമ്പോൾ എല്ലാത്തിലും ആ പോസിറ്റീവ് എനർജി വരെയും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എനർജി പവർഫുൾ ആകുന്ന ചില ശ്വാസഗതികളുണ്ട്. ആ നിമിഷങ്ങളിൽ നിങ്ങൾക്കത് സത്യത്തിലേക്ക് ഭവിക്കുകയും വളരെ വേഗം നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടുകയും ചെയ്യും. ഇതൊരു സിമ്പിൾ ടെക്നിക്കാണ്, ആർക്കും ചെയ്യാവുന്നതാണ്. കിടന്നിട്ടും വേണമെങ്കിൽ ചെയ്യാം, ഇരുന്നിട്ടും വേണമെങ്കിൽ ചെയ്യാം. കിടക്കുന്ന ഒരു പേഷ്യൻറ്റിന് ആരോഗ്യത്തിന് വേണ്ടി കിടന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു ടെക്നിക്ക്, പൈസയില്ലാതെ പട്ടിണി കിടക്കുന്ന ആൾക്ക് പോലും സിമ്പിളായിട്ട് കൊണ്ടിത് ചെയ്തുകൊണ്ട് അതിജീവിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. എൻ്റെ വാട്സപ്പ് നമ്പർ മാറ്റിയിരിക്കുകയാണ്. പുതിയ വാട്സപ്പ് നമ്പർ 9747111369 ആണ്. അപ്പോൾ ഇനി എനിക്ക് വാട്സപ്പിൽ ടെക്സ്റ്റ് മെസ്സേജോ അതല്ലെങ്കിൽ വോയിസ് മെസ്സേജോ ഒക്കെ അയക്കുന്നവർ ഈ നമ്പറിലാണ് അയക്കേണ്ടത് കേട്ടോ. ഓം ശാന്തി. താങ്ക് യു.